നമസ്കാരം. വിഷുവിനാണ് സാധാരണ കണി കാണുക. എന്നാൽ എല്ലാ മാസവും 1-ാം തീയതി കണി കാണുന്നത് ആ വീടുകൾക്ക് ഐശ്വര്യവും സമൃദ്ധിയും കൊണ്ടുവരും എന്നാണ് പറയുക. 1-ാം തീയതി കണി കാണുന്നതും ആദ്യം ചില നക്ഷത്രക്കാർ വീടുകളിൽ കയറുന്നതും ഏറ്റവും ഉത്തമം തന്നെയാകുന്നു. ഇത്തരം കാര്യങ്ങൾക്ക് പണ്ട് മുതലേ വളരെയധികം പ്രാധാന്യം നൽകി പോരുന്നതുമാണ്. നാളെ എപ്രകാരമാണ് കണി കാണേണ്ടത് എന്ന് ആദ്യമേ മനസ്സിലാക്കാം. നാളെ അതിരാവിലെ കുടുംബത്തിലെ ഒരു അംഗം എണീറ്റ് കണിയൊരുക്കുക. പ്രധാനമായും ചെയ്യേണ്ടത് 5 തിരിയിട്ട വിളക്ക് നിങ്ങൾ തെളിയിക്കുക എന്നതാണ്. കൂടാതെ ഒരു വാൽക്കണ്ണാടി, കോടി വസ്ത്രം, മയിൽപ്പീലി, ഒരു പിടി നെല്ല് അല്ലെങ്കിൽ അരി, കൺമഷി, കുങ്കുമം, മഞ്ഞൾ, ഗ്രന്ഥം, ദേവി മഹാത്മ്യം അല്ലെങ്കിൽ ഭഗവത്ഗീത, രാമായണം, കൂടാതെ വെറ്റില, അടയ്ക്ക, നാണയം അല്ലെങ്കിൽ പണം, ദശപുഷ്പം, തുളസിക്കതിർ എന്നിവ നിങ്ങൾക്ക് കണിക്കായി ഒരുക്കാവുന്നതാണ്. അതിനാൽ എല്ലാവരും ചെയ്യേണ്ടത് രാത്രി കിടക്കുന്നതിന് മുൻപ് ഈ കാര്യങ്ങൾ ഒരുക്കി വയ്ക്കുക എന്നതാണ്. രാവിലെ കണി കാണണം. അതിനായി കുടുംബത്തിലെ ഒരംഗം അതിരാവിലെ ഉണർന്ന് 5 തിരിയിട്ട വിളക്ക് തെളിയിക്കുക. ശേഷം കുടുംബത്തിലെ മറ്റംഗങ്ങൾ ഈ കണി കാണുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. ഉണർന്ന് ആദ്യ 24 മിനിറ്റിനുള്ളിലാണ് ഈ കണി കാണേണ്ടത്. അതിനാൽ തന്നെ തീർച്ചയായും വിളക്ക് തെളിയിക്കുന്നവർക്കും കണിയുടെ ഫലം ലഭിക്കും എന്നതാണ് വാസ്തവം. അതിനാൽ തീർച്ചയായും നാളെ ഈ കണി നിങ്ങൾ കാണുക. ആ മാസം മുഴുവൻ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം നിറയും. ഈ വസ്തുക്കൾ ഇല്ല എങ്കിൽ പോലും തീർച്ചയായും വിളക്ക് തെളിയിച്ച് 5 തിരിയിട്ട വിളക്ക് തെളിയിച്ച് നാളെ ഭഗവത് ചിത്രങ്ങൾ, പൂജാമുറിയിലെ ചിത്രങ്ങൾ കണി കാണുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. പ്രത്യേകിച്ചും മഹാലക്ഷ്മി ചിത്രം നാളെ കണി കാണുന്നതും അതീവ ശുഭകരമാകുന്നു. ഈ വസ്തുക്കൾ എല്ലാം ഇല്ല എങ്കിൽ പോലും സാധിക്കുന്നതായ വസ്തുക്കൾ ഒരുക്കി കണി കാണുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ പ്രധാനപ്പെട്ടതായ കാര്യം, നിങ്ങൾ സമർപ്പിച്ചതായ ആ നാണയം അല്ലെങ്കിൽ പണം ആ മാസം മുഴുവൻ നിങ്ങളുടെ പേഴ്സിൽ, ആ ഗൃഹനാഥൻ്റെയോ ഗൃഹനാഥയുടെയോ പേഴ്സിൽ അല്ലെങ്കിൽ ആ കുടുംബത്തിലെ തൊഴിലുമായി ബന്ധപ്പെട്ട് പോകുന്നതായ വ്യക്തിയുടെ പേഴ്സിൽ സൂക്ഷിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരിക്കലും ഈ തുക നിങ്ങൾ ചെലവാക്കുവാൻ പാടുള്ളതല്ല, അഥവാ ആ നാണയം ചെലവാക്കുവാൻ പാടുള്ളതല്ല. ഇപ്രകാരം സൂക്ഷിക്കുകയും നിത്യവും വിളക്ക് തെളിയിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിലൂടെ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും. കടബാധ്യതകൾ കുറച്ചു കൊണ്ടുവരുവാനും അധിക ചെലവ് ജീവിതത്തിൽ നിന്നും ഒരു പരിധിവരെ ഒഴിവാക്കുവാനും പണം നിങ്ങളുടെ കൈകളിൽ തന്നെ നിർത്തുവാനും സാധിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. ഈ നാണയത്തിൽ കണിയിൽ സമർപ്പിച്ചതായ കുങ്കുമം അല്ലെങ്കിൽ മഞ്ഞൾ ഇവ ചാർത്തുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക. ഇപ്രകാരം തിലകം ചാർത്തി ആ നാണയം നിങ്ങൾ പേഴ്സിൽ തന്നെ സൂക്ഷിക്കുവാൻ ശ്രമിക്കുക. ഇനി ഇങ്ങനെ കണി കാണാൻ പറ്റിയില്ല എങ്കിൽ പോലും, അഥവാ ഇത്തരത്തിൽ കണി ഒരുക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചില്ല എങ്കിൽ പോലും, ഞാൻ ഈ പരാമർശിക്കുന്ന കാര്യങ്ങളാണ് എങ്കിലും കണി കാണാം. മുൻപ് പരാമർശിച്ചതുപോലെ നിങ്ങൾക്ക് നിലവിളക്ക് കണി കാണാവുന്നതാണ്. തെളിഞ്ഞിരിക്കുന്നതായ നിലവിളക്ക് കണി കാണാം. നിറകുടം കണി കാണുന്നതും ഏറ്റവും വിശേഷമാകുന്നു. ഇഷ്ടദേവത അല്ലെങ്കിൽ ലക്ഷ്മി ചിത്രങ്ങൾ, മറ്റ് ദേവതാ ചിത്രങ്ങൾ കണി കാണാം. ഇനി ഒന്നും സാധിച്ചില്ല എങ്കിൽ ആകാശമാണ് എങ്കിലും നിങ്ങൾക്ക് കണി കാണുവാൻ ഏറ്റവും ഉത്തമമാകുന്നു. കൂടാതെ തുളസി നാളെ കണി കാണുന്നതും അതീവ ശുഭകരം തന്നെയാണ്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം വർദ്ധിക്കും. കൂടാതെ വീട്ടിലെ വളർത്തു മൃഗങ്ങളെയാണ് എങ്കിലും കണി കാണുന്നത് ഉത്തമമായ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് സഹായകരമായി തീരും. എന്നാൽ ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും നാളെ കണി കാണുവാൻ പാടുള്ളതല്ല. അതായത് ഉണർന്ന് ആദ്യ 24 മിനിറ്റിനുള്ളിൽ ഈ കാര്യങ്ങൾ കണി കാണുന്നത് നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കും. അതിൽ ആദ്യത്തേതായ വസ്തു ചെരുപ്പാകുന്നു. ചെരുപ്പ് കണി കാണുന്നത് അത്ര ശുഭകരമല്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. പൊട്ടിയ കണ്ണാടി, കേടുപാടുകൾ സംഭവിച്ചതായ കണ്ണാടി ഒരിക്കലും കണി കാണുവാൻ പാടുള്ളതല്ല. ഇവ വീടുകളിൽ സൂക്ഷിക്കുന്നത് പോലും വളരെ ദോഷകരമാണ്. അതിനാൽ വീട്ടിൽ നിന്നും തീർച്ചയായും ഒഴിവാക്കേണ്ടതായ
ഒരു വസ്തുവാണ് കണ്ണാടി, അതായത് പൊട്ടിയ കണ്ണാടി. മറ്റൊന്ന്, നിങ്ങളുടെ നിഴൽ ഒരിക്കലും നാളെ കണി കാണുവാൻ പാടുള്ളതല്ല. അത് നിങ്ങൾക്ക് വളരെ ദോഷകരമായ ഫലം നൽകും എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. എച്ചിൽ പാത്രങ്ങൾ ഒരിക്കലും നാളെ കണി കാണരുത്. തലേ ദിവസം തന്നെ വൃത്തിയാക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എച്ചിൽ പാത്രങ്ങൾ കഴുകി വയ്ക്കുക. കേടായ വസ്തുക്കൾ ഒരിക്കലും വീടുകളിൽ വയ്ക്കുവാനോ അല്ലെങ്കിൽ കണി കാണുവാനോ പാടുള്ളതല്ല. ഭയപ്പെടുത്തുന്നതായ ചിത്രങ്ങൾ, ഇത്തരം കാര്യങ്ങൾ കണി കാണുന്നതും ശുഭകരമല്ല. നാളെ ഏതൊരു കാര്യം കൊണ്ടാണ് എങ്കിലും കലഹിക്കാൻ പാടുള്ളതല്ല. കലഹം, ദേഷ്യം എന്നിവ പൂർണ്ണമായും ഒഴിവാക്കേണ്ടതായ ദിവസം കൂടിയാണ് നാളെ. ഈ കാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുക. ഇനി പരാമർശിക്കാനായി പോകുന്നത് നാളെ ചില തെറ്റുകൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. നാളെ ഈ തെറ്റുകൾ ചെയ്യുന്നത് ആ മാസം നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കുന്നതിനും പല വിധത്തിലുള്ള തിരിച്ചടികൾ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും കാരണമായി തീരാം. ആ കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. നാളെ ഒരിക്കലും മുഷിഞ്ഞ വസ്ത്രം നിങ്ങൾ ധരിക്കുവാൻ പാടുള്ളതല്ല. മുഷിഞ്ഞ വസ്ത്രങ്ങൾ നിങ്ങൾ ധരിക്കുകയാണ് എങ്കിൽ, അല്ലെങ്കിൽ കേടുപാടുകൾ സംഭവിച്ചതായ വസ്ത്രം ധരിക്കുകയാണ് എങ്കിൽ അത് നിങ്ങൾക്ക് അതീവ ദോഷകരമായി ഭവിക്കും. പകൽ ഉറക്കം പാടുള്ളതല്ല, നിഷിദ്ധമാണ് എന്ന് തന്നെ പരാമർശിക്കാം. അതിനാൽ തീർച്ചയായും ഈ കാര്യം ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ വിളക്ക് തെളിയിക്കുന്നതായ സമയത്തും ഉറങ്ങുവാൻ പാടില്ല എന്ന കാര്യവും പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. കീറിയ വസ്ത്രങ്ങൾ പ്രത്യേകിച്ചും നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ തുന്നിയതായ വസ്ത്രങ്ങൾ ധരിക്കാം എങ്കിൽ പോലും നാളെ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ശുഭം. കൂടാതെ നാളെ ഒരിക്കലും കുളിക്കാതിരിക്കുവാൻ പാടില്ല എന്ന കാര്യത്തിനും പ്രാധാന്യം നൽകണം. അതിരാവിലെ കുളിച്ച് വിളക്ക് തെളിയിക്കുന്നതാണ് ഏറ്റവും ശുഭം. 2 നേരവും വീടുകളിൽ വിളക്ക് തെളിയിക്കുവാൻ ശ്രമിക്കുക. കടബാധ്യതകൾ ജീവിതത്തിലുണ്ട് എങ്കിൽ പോലും തീർച്ചയായും അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ സാധിക്കും. കാരണം ആ വീടുകളിൽ ഐശ്വര്യം വർദ്ധിക്കുന്നു എന്നതാണ് വാസ്തവം. കൂടാതെ സൂര്യോദയത്തിന് മുൻപായി തന്നെ ഉണരുകയും കുളിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. കൂടാതെ നിങ്ങൾ ഒരിക്കലും കയ്പേറിയതായ വസ്തുക്കൾ നാളെ വീടുകളിലേക്ക് കൊണ്ടുവരുവാൻ പാടുള്ളതല്ല. ആ കാര്യം തീർച്ചയായും നിങ്ങൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. കടം വാങ്ങുന്നത് ശുഭകരമല്ല. അതിനാൽ തീർച്ചയായും നാളെ വാങ്ങാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കടബാധ്യതകൾ വർദ്ധിക്കുന്നതിന് അത് കാരണമായി തീരും. അതായത് നാളെ കടം വാങ്ങുന്നതിലൂടെ ആ മാസം മുഴുവൻ കടം വാങ്ങേണ്ടതായ സാഹചര്യങ്ങൾ, സാമ്പത്തിക പ്രയാസങ്ങൾ വന്നു ചേരുന്നതിന് കാരണമായി തീരും. നാളെ തീർച്ചയായും ക്ഷേത്രത്തിൽ ദർശനത്തിനായി പോകണം എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. 2 നേരവും നാളെ ക്ഷേത്ര ദർശനം നടത്തുവാൻ ശ്രമിക്കുക. സാധിക്കാത്തവരാണ് എങ്കിൽ 1 നേരമെങ്കിലും ക്ഷേത്ര ദർശനം നടത്തണം. ഭാഗ്യസൂക്തവും കൂടാതെ പുരുഷ സൂക്തവും നാളെ നടത്തി പ്രാർത്ഥിക്കുന്നതും ഏറ്റവും ഉത്തമമാകുന്നു. കൂടാതെ തലയ്ക്കൊഴിഞ്ഞ് നാണയം സമർപ്പിക്കുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു. കൂടാതെ നാളെ ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർ പ്രത്യേകിച്ചും വീടുകളിൽ 1-ാം തീയതി കയറുന്നത് ഏറ്റവും ശുഭകരമാണ്. ആ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. ഭരണി, കാർത്തിക, രോഹിണി, പുണർദം, ആയില്യം, മകം, ഉത്രം, വിശാഖം, അനിഴം, പൂയം, അത്തം, തിരുവോണം നക്ഷത്രക്കാരാകുന്നു. ഇവരിൽ നിന്നും കൈനീട്ടം വാങ്ങുന്നതും ശുഭകരമാണ്. അതിനാൽ ഈ കാര്യങ്ങൾക്കും പ്രാധാന്യം നിങ്ങൾ നൽകുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും ഉയർച്ചയും ഭഗവാന്റെ അനുഗ്രഹത്താൽ, അല്ലെങ്കിൽ ഇഷ്ടദേവതയുടെ അനുഗ്രഹത്താൽ തീർച്ചയായും വന്ന് ഭവിക്കുന്നതാണ്.